മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിചിത്രവാദമെന്നും മുഖ്യമന്ത്രി പറയുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത്. KC, എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയൊരു പ്രസ്താവനയ്ക്ക് കാരണം? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് KC? തീർച്ചയായും പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങളുമായാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ചോദ്യങ്ങളെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. യൂത്ത് കോൺഗ്രസ് നേതാവായ MLA പീഡന പരമ്പര പുറത്തു വന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് CPIM എന്നൊരു വിചിത്ര ന്യായം വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടു. ഇത്തരം പരമ അബദ്ധങ്ങൾ കൊണ്ടൊന്നും കോൺഗ്രസിന്റെ UDFന്റെ വികൃത മുഖം മറച്ചുവെക്കാൻ കഴിയില്ലെന്നാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്കായി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറയുന്നു. കൂടാതെ സർക്കാരിന്റെ ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ അടക്കമുള്ള 4 മിഷനുകളും പിരിച്ചുവിടണമെന്നാണ് അന്നത്തെ UDF കൺവീനർ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MM ഹസൻ പ്രഖ്യാപിച്ചത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഹസനെ തള്ളിപ്പറയുന്നില്ല എന്നും ചോദിക്കുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തുറമുഖത്തിനെതിരെ ഉണ്ടായ വസ്തുതാവിരുദ്ധമായ എല്ലാ എതിർപ്പുകൾക്കും പിന്തുണ പ്രഖ്യാപിച്ചവരാണ് പ്രതിപക്ഷം. തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു. പഴയ നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും ചോദ്യമുണ്ട്. കൂടാതെ വയനാട് തുരങ്കപാത അടക്കമുള്ള പദ്ധതികളെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. തുരങ്കപാതയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു, ഇനിയും അത് എതിർക്കുമോ എന്നും ചോദിക്കുന്നു. ആ രീതിയിൽ സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് വോട്ട് പിടിക്കാനുള്ള കൈക്കൂലിയാണെന്ന് പറഞ്ഞത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലിയായും അത് കൈക്കൂലി വാങ്ങുന്നവരായും പ്രതിപക്ഷ നേതാവ് കാണുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. കൂടാതെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പൂർത്തീകരിക്കുന്നതിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനാണ്. നന്ദിഗ്രാമിലെ മണ്ണുകൊണ്ട് കീഴാറ്റൂരിലേക്ക് വന്നവർ ഇപ്പോഴും ദേശീയപാതയ്ക്കെതിരെ നിലപാട് തുടരുന്നുണ്ടോ എന്നും ചോദ്യം. ആ രീതിയിൽ കിഫ്ബി, അതോടൊപ്പം തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേരള ബാങ്ക്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് K-ഫോൺ, അതോടൊപ്പം തന്നെ ദുരിതബാധിതർക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചതല്ലേ, യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചതല്ലേ, എത്ര വീടാണ് വെക്കുന്നതെന്നും അത് എവിടെയൊക്കെയാണ് വെക്കുന്നതെന്നും വെളിപ്പെടുത്താമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. കൂടാതെ കേരളയിലുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനിന്റെ കുറ്റി പറിക്കുന്നതിൽ സമരം ചെയ്ത പ്രതിപക്ഷത്തിന് കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന റെയിൽപാത വേണ്ട എന്ന അഭിപ്രായമുണ്ടോ എന്ന ചോദ്യവും മുഖ്യമന്ത്രി ചോദിക്കുന്നു. കൂടാതെ ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, അവയെല്ലാം ചേർത്ത് ഒറ്റ ചോദ്യം കൂടി ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റ്, അതായത് ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നതെന്നാണ് പറയേണ്ടത്. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ? കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമാകാൻ നൽകിയ ഭക്ഷ്യക്കിറ്റിനെ പോലും തെറ്റായ വ്യാഖ്യാനം നൽകി പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തില്ലേ? എന്തിനേയും എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനോ നല്ലതിനെ അംഗീകരിക്കാനോ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യമടക്കം ചോദിക്കുന്നു. ആ രീതിയിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KC, വ്യക്തമാണ്. എന്തായാലും ഏകദേശം 1 മണിക്കൂറിന് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനൊരു കുറിപ്പ് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായ MLA പീഡന പരമ്പര പുറത്തു വന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് CPM എന്നൊരു വിചിത്രവാദം ന്യായം വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടു എന്നൊരു തുടങ്ങിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എന്തായാലും ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്കായി ചിലത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ലൈഫ് മിഷൻ, വിഴിഞ്ഞൻ തുറമുഖം, തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ, ദേശീയപാത വികസനം, കിഫ്ബി, അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, കേരള ബാങ്ക്, ചൂരൽമല, മുണ്ടക്കൈ, അങ്ങനെ നിരവധി വിഷയങ്ങൾ പറയുന്നത്. ഇനിയും ചോദ്യങ്ങളുണ്ട്, അവയെല്ലാം ഒറ്റ ചോദ്യത്തിൽ കൂടി ചോദിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാർക്കോടെയാണ് ചോദിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് ജനങ്ങൾ ആശ്വാസമേകാൻ നൽകിയ ഭക്ഷ്യക്കിറ്റിനെ പോലും തെറ്റായ വ്യാഖ്യാനം നൽകി പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടില്ലേ? ഇതിനെയും എതിർത്ത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതിനെന്തായാലും മറുപടി പറയും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് ഒരു മറുപടിയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.